JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. പെരുവഴി അമ്പലത്തിലെ രാമനായിരുന്നു ഇന്നലെ നമ്മുടെ അതിഥി. പിന്നീട് തോമസ് കുട്ടിയായ അശോകൻ. നമുക്ക് അശോകനുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിൽ തുടരാം. അശോകൻ്റെ മുഖവും രൂപവും ഒക്കെ വളരെ യോജിച്ച ഒരു റോളുണ്ടായിരുന്നു. യവനികയിലെ ഒരു ക്ഷുഭിത യവനം. അശോകൻ്റെ ആ നോട്ടവും എല്ലാം ഡിറ്റോ. ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയപ്പോൾ തന്നെ ആ റോളിൽ അശോകൻ വേണം എഴുതി വെച്ചിട്ടുണ്ടോ? യവനിക ഞാൻ പറഞ്ഞു കേട്ടാണ്. ആദ്യം ആ സിനിമ മറ്റൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് അത് എഴുതിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ. ആദ്യം ഒരു കുറച്ച് ഭാഗം ഒരു കാൽഭാഗത്തേക്കുള്ള ഷൂട്ട് ചെയ്തിരുന്നു. പിന്നീട് ആ പ്രൊജക്റ്റ് അങ്ങനെ നിർത്തി, ഷൂട്ടിംഗ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് നിർത്തിയിട്ട് കുറേ നാളിന് ശേഷമാണ് പിന്നെ പുനരാരംഭിച്ചത്. ഈ പറഞ്ഞ ഇറങ്ങിയ യവനിക പുനരാരംഭിച്ചത്. അപ്പോൾ അതിനകത്ത് അന്ന് വേറെ ആരൊക്കെയോ അഭിനയിച്ചിരുന്നു, പല ക്യാരക്ടേഴ്സും മറ്റൊരാരൊക്കെയായിരുന്നു കേട്ടു. പിന്നീടുള്ള യവനികയിലാണ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് എന്നെ വിളിക്കുന്നത്. കാരണം എന്നെ സജസ്റ്റ് ചെയ്യുന്നത് പരാജയം ചേട്ടനാണെന്ന് പറഞ്ഞു, ജോർജ് സാറിനോട് പറഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ അറിവ്, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആ പടത്തിൽ അഭിനയിക്കുമ്പോഴൊന്നും ഈ ക്യാരക്ടർ അത്ര ശ്രദ്ധിക്കും, കാരണം 4-5 സീനേ ഉള്ളൂ. അതെ, അങ്ങനെ ശ്രദ്ധിക്കപ്പെടുമെന്നോ ഒന്നും നമുക്കങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോൾ വലിയ റെസ്പോൺസായിരുന്നു. ഞാൻ ഈ സിനിമയൊക്കെ അശോകൻ ഒന്നും കൂടി കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് ചിരി വരും. ആ മുണ്ടൊക്കെയുള്ള നിപ്പ്, അത് പണ്ടുകാലം നമ്മുടെ നാട്ടിൻപുറത്ത് ആൾക്കാർ മടക്കി കുത്തില്ല, ഇങ്ങനെയൊന്നും കയറ്റി ഇങ്ങനെ അതിപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് എൻ്റെ നാട്ടിലൊക്കെ. ഇപ്പോൾ ആൾക്കാരെ മുണ്ട് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. മുണ്ട് ഇപ്പോൾ മനുഷ്യർക്ക് ഇല്ലാതെ തന്നെ വേണേൽ പറയാം. ഇല്ലാതെ. അതെ, യവനിക ഈ പറഞ്ഞ 4 സീനേ ഉള്ളൂ അല്ലേ? 4 സീനേ ഉള്ളൂ. പക്ഷേ വളരെ ഷാർപ്പായിട്ടുള്ള സീനാണ്. ഒരു പക്ഷേ അതിനകത്ത് ടേണിംഗ് പോയിന്റ്സ് ഒക്കെ ആയിട്ട് പടത്തിലെ പ്രധാന സീനുകളിലൊന്നാണ്. പ്രത്യേകിച്ച് എൻ്റെ ഈ ക്യാരക്ടറിൻ്റെ പ്രധാന സീന് ഇതോടെ ആ സീൻ എൻ്റെ സീൻ കഴിയാനത്. കാരണം ഇവൻ ഇന്നസെൻ്റ് ആണെന്ന് തെളിഞ്ഞു എന്നുള്ളതിനകത്ത്. കൊലപാതകം എന്ന് പറഞ്ഞാൽ മുടങ്ങിയൊരു പടം വീണ്ടും പുനരാരംഭിച്ച് ഒരുപക്ഷെ അശോകൻ ഇതുപോലെ യവനിക അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ ആകുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലേ അഭിനയിക്കാൻ പോകുമ്പോൾ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാനന്ന് സിനിമ എന്നൊരു സീരിയസ് സംഭവമായിട്ടോ പ്രൊഫഷനായിട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആക്ച്വലി. അന്ന് അതൊക്കെ പിന്നീട് അങ്ങനെ താല്പര്യം തോന്നി. സിനിമ ഒരു വരുമാന മാർഗമാണെന്ന് എപ്പോഴാണ് അശോകന് തോന്നി തുടങ്ങിയത്? അത് യവനിക കഴിഞ്ഞ ഒരു 84-85 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേശ്ശെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്ന് തുടങ്ങുമ്പോൾ ഇതിൽ തൊഴിലാക്കി എടുത്താൽ കൊള്ളാം, അത് കിട്ടുമെന്ന് നമുക്ക് സിനിമയിലൊന്നും പറയാൻ വയ്യല്ലോ. ഇനിയിപ്പം ഒരു പോപ്പുലറായി വരുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ തൊഴിലാക്കി എടുത്തേ പറ്റുള്ളൂ എന്നൊരു ചിന്ത. അതല്ലെങ്കിൽ എന്തായിരുന്നു ഓപ്ഷൻ? ഒന്നും എനിക്കൊരു ചിന്തയില്ല അതുവരെ. എന്ത് ചെയ്യണം എന്നൊരു ചിന്ത ഇല്ലാത്ത ഒരു സമയമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇവൻ എവിടെ എത്തില്ല. അവസാനം പഠിത്തവും പോയി, ഇതും പോയി, ഒന്നുമില്ല, ജോലിയില്ല. അതൊക്കെ അങ്ങനെയൊക്കെ അന്ന് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഡിഗ്രിയൊക്കെ പ്രൈവറ്റായിട്ട് എഴുതിയെടുത്തു. പക്ഷേ എങ്കിൽ പോലും സിനിമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഫീൽഡല്ലേ. എന്നാലും ഞാൻ ഈ കണ്ണുടച്ചങ്ങ് ഇറങ്ങിയ പോലെ ആയി. പിന്നെ അന്നൊന്നും പിന്നെ ഒരു 86-87 കാലഘട്ടത്തിലായപ്പോഴത്തെ കുറേശ്ശെ പടങ്ങൾ സ്റ്റഡിയായിട്ട് എനിക്ക് വരാൻ തുടങ്ങിയ സമയം എപ്പോഴാണ് 86-ൻ്റെ ഒരു മധ്യം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ തോന്നി എന്നാൽ പിന്നെയും പ്രൊഫഷണൽ ആക്കാം. അങ്ങനെ കുറച്ചാളൊക്കെ പിന്നെ അങ്ങനെയൊക്കെ പോയി, കുഴപ്പമില്ലാതെ പോയി. രക്ഷപ്പെട്ടു, അത്യാവശ്യമൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം. വലിയ തട്ടുകേടില്ലാതെ അങ്ങ് പോയി, വലിയ കുഴപ്പമില്ലാതെ പരിക്കുകളില്ലാതൊക്കെ കൊണ്ടുപോയി. അശോകൻ്റെ പിൽക്കാലത്തെ സിനിമകൾക്ക് ഒരുപക്ഷെ ഒരു അടിത്തറയിട്ടത് ഈ ഒരു സിനിമയാണ്, അരപ്പെട്ട കെട്ടിഗ്രാം. അശോകൻ്റെ ഈ രൂപവും ഈ സ്വഭാവമാണ് പിന്നീട് ആൾക്കാർ ഇംപ്രവൈസ് ചെയ്തത്. എനിക്ക് സിദ്ദിഖ് ലാലിലേക്ക് എത്തിയപ്പോൾ തന്നെ അവരും ഈ ഒരു സാധനം വേണം കണ്ടിട്ടുണ്ടാവും മനസ്സിൽ. ഇവൻ്റെ ഈ രൂപവും ഇവൻ്റെ ഈ വർത്താന ശൈലിയും. അല്ലാതെ സിദ്ദിഖ് ലാലിൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ ആദ്യം ഈ ഹിൻ ഹരിഹർ മാറാണ്. അത് എനിക്ക് 90. അപ്പോൾ ഈ രൂപത്തിൽ മാറി. പക്ഷേ അതിലെ ഒരു സ്വഭാവത്തിൻ്റെ ചില സവിശേഷതകൾ ഉണ്ട്. ഉണ്ട്. ഇത്തിരി ഒരു കള്ളത്തരങ്ങൾ, അല്ലേ? അത് പാവമായ ഒരു കള്ളൻ. അതെ, പാവമായ കള്ളൻ, പാവം കള്ളൻ, പാവം പുലി എന്നൊക്കെ പറഞ്ഞത്. ഇനി വരാൻ പോകുന്നത് ചീത്ത വിളിയാണ്. ഈ കൂട്ടുകെട്ടിലേക്കുള്ളൊരു അശോകൻ്റെ വരവ് എങ്ങനെയായിരുന്നു? അല്ല, അന്ന് ഇപ്പോൾ സിദ്ദിഖ് എന്ന ഡയറക്ടർ പറഞ്ഞിരുന്നു ഈ ഹ്യൂമർ സംഭവങ്ങളായ പടം. അപ്പോൾ തമാശപ്പെടുത്തി ചിലർ ചോദിച്ചു, അത് ഡയറക്ടർ കമൽ ചോദിച്ചിരുന്നു, അല്ല ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം അശോകൻ ഇതിനകത്ത് വന്നാൽ അതെന്താ അശോകനെ അതിനകത്ത് ആ ക്യാരക്ടർ കാസ്റ്റ് ചെയ്യുന്നത്? ഇത് നിങ്ങൾ ഒരു കംപ്ലീറ്റ് ഹ്യൂമർ കോമഡി സംഭവമല്ലേ ചോദിച്ചു. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞു, അത് ആ ക്യാരക്ടർ അശോകൻ കറക്റ്റാണ്,
അത് പടം ചെയ്ത് കണ്ടുമ്പോഴേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അത് അശോകൻ കറക്റ്റായതോ ഞങ്ങൾക്ക് തോന്നിയുകൊണ്ടാണ് എന്ന് കമലിനെ പറഞ്ഞ് മനസ്സിലായി. പിന്നീട് പടം കണ്ടപ്പോൾ കമൽ പറഞ്ഞു ഇപ്പം പുള്ളിയുടെ സംശയം മാറിയിരുന്നു. കമൽ പറഞ്ഞു എന്നോട്. സിദ്ദിഖിനെ ഒരിക്കൽ ഇങ്ങനെ പറയുകയും ചെയ്തു ആ കാര്യം. അല്ല എനിക്ക് അതിനകത്ത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപക്ഷെ അശോകൻ്റെ ഈ നേരത്തെ നമ്മൾ കാണിച്ച പടങ്ങളിൽ നിന്ന് അശോകൻ്റെ ചില ഭാവങ്ങൾ, ചില ഫീച്ചേഴ്സ് ഗ്രാബ് ചെയ്തിട്ടുണ്ടാവും. അതിങ്ങനെ വേറൊരു ട്രാക്കിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അശോകൻ ഈ രൂപത്തിൽ വരും എന്നുള്ള കാര്യം സിദ്ദിഖ് ലാലിന് അല്ല, അങ്ങനെ ഗ്രൂപ്പിലേക്ക് ശരിക്കും പറഞ്ഞാൽ സിദ്ദിഖ് കൊണ്ട് അങ്ങനെ ഒരു പങ്കുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പിലേക്കുണ്ട്. കാരണം ഈ കോമഡി റോള് ചെയ്യുക എന്ന് പറയുന്ന സംഭവത്തിൽ എനിക്ക് ആദ്യത്തെ ഉണ്ടായ ഇമേജ് ഇൻ ഹരിഹരനാഥാണ്. ഞാൻ അതിനുമുമ്പ് ഒരു കോമഡി റോള് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അത് പിന്നെ ഗായത്രി ദേവി എൻ്റെ അമ്മ, വേണു നാഗവള്ളി സ്ക്രിപ്റ്റ്, സത്യനന്ദക്കാട് സംവിധാനം. അത് ഒരു ഈ പറഞ്ഞ 2-3 സീനാണ്. എനിക്ക് അന്ന് ആ പടം ഭയങ്കര ഒരു ബ്രേക്കായിരുന്നു. തോമാച്ചൻ, പാലാക്കാരൻ തോമാച്ചൻ ക്യാരക്ടർ. ഒരു 3-4 സീനേ ആയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നല്ല പേര് കിട്ടിയ പടമാണത്. അതായത് ഭരത് ഗോപിച്ചേട്ടനാണ് ഹീറോ, പിന്നെ റഹ്മാൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. റഹ്മാൻ്റെ കൂട്ടുകാരായിട്ടൊരു ക്യാരക്ടർ എൻ്റെ. എനിക്ക് നല്ല പേര് കിട്ടിയ പടം. ഈ പാട്ട് വളരെ പ്രസിദ്ധമായൊരു പാട്ടായിപ്പോയി. അതെ, ഏകാന്ത. അയ്യോ, അതെന്താ കാരണം വെച്ചാൽ ചെറുപ്പക്കാരുടെ സദസ്സുകളിലൊക്കെ അവരത് പാടി തിമിർത്തു. ഇപ്പോൾ ഈ അടുത്ത 2-3 ദിവസം ഞാൻ മദ്രാസ് ഒരു കോളേജ്, ഇപ്പം മലയാളി ഉള്ള കോളേജിൽ ഈ പാട്ട് തന്നെ അവർ പറയുന്നത്. എന്നെ പാടാൻ പറയുന്നത് ഈ പാട്ട് തന്നെ. കൊണ്ട് പാടിപ്പിച്ചോ? പഠിപ്പിച്ചു, ഞാൻ പാടി. ഞാൻ പാടിച്ചില്ല, അതൊരു പരാതി ഉണ്ടാവും. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എൻ്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എൻ്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ. തോമസ് കുട്ടി വിട്ടോടാ, എവിടെ ചെന്നാലും അതാ പറയുന്നത്. എൻ്റെ പേര് ശരിക്കും മറന്നു. ആ, അത് നമ്മുടെ തോമസ് കുട്ടിയല്ലാന്ന് ചോദിക്കുന്നു ആൾക്കാർ. അത് കൊച്ചു പിള്ളേർ മുതൽ പ്രായമുള്ളവർ അങ്ങനെ വിളിക്കുന്നു. ആ പടത്തിൻ്റെ സ്വാധീനം ഭയങ്കരമായിരുന്നു, ഭീകരമാണ്. ആ, പിന്നെ ഹരിഹരനാഥൻ മുതൽ ഗോസ്റ്റ് ഹൗസ് വരെയുള്ള ഒരു സ്വാധീനം ഭയങ്കരമാണ്. ഭാഗ്യവശാൽ 3 പടവും സൂപ്പർ ഹിറ്റുകളായി. അശോകന് കോമഡിയിലേക്കൊരു ട്രാക്ക് മാറി ചവിട്ടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പെട്ടെന്ന് അങ്ങോട്ട് വളരെ അനായാസേന അശോകൻ അങ്ങ് ട്രാക്ക് മാറി. കോമഡി റോള് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയമൊക്കെ. ഒരു പക്ഷേ സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പഴയ രീതിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ തട്ടിപ്പോവും എന്ന് വേണമെങ്കിൽ ഒരു ഉത്ബോധം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയേണ്ട ഒരു കാര്യം അതിന് ആദ്യം മുതൽ ഫസ്റ്റ് സിനിമ മുതൽ തന്നെ പെരുവഴിയമ്പലം ചെയ്ത സമയത്ത് എനിക്ക് അഭിനയത്തെക്കുറിച്ചൊന്നും ഒരു ധാരണയോ ബന്ധമോ, സിനിമകളൊക്കെ എല്ലാം കാണുമെങ്കിലും എനിക്കതിനെക്കുറിച്ച് ഒരു പിടിപാടുമില്ല. സത്യത്തിൽ ഒരു ബന്ധമോ അഭിനയത്തെക്കുറിച്ചില്ല. അന്ന് ഞാൻ പടം അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നി എങ്ങനെ വേറൊരു ക്യാരക്ടർക്ക് ചെയ്യാൻ പറ്റും. എനിക്കങ്ങനൊരു കാര്യങ്ങളോ ടാലൻറ്റോ ഒന്നും ഉണ്ടാവില്ല, പറ്റില്ല. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. രണ്ടാമത്തെ സിനിമ ഒരിടത്തിൽ ഫലം വന്നപ്പം അപ്പോഴും ഞാൻ കോൺഫിഡൻ്റ് ഒന്നുമല്ല അതിനകത്ത്. പിന്നെ യവനിക, അപ്പോൾ ഈ 2 പടത്തിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് വേഷമായി യവനികയിൽ. അതെ, അതും ഭാഗ്യവശാൽ അതിന് പേരുണ്ടായി. എൻ്റെ കഥാപാത്രത്തിന് പേര് കിട്ടി. വിഷ്ണു എന്ന ക്യാരക്ടർ നല്ല പേരുണ്ടായി. യവനിക, ഇടവേള അതേ സമയത്ത് തന്നെ. ഇടവേളയിലും വേറൊരാൾക്ക് വെച്ചിരുന്ന വേഷം, അതുപോലെ പവർഫുൾ ക്യാരക്ടർ അതിനകത്ത്. പിന്നെ അനന്തരം അത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെ നിന്നൊക്കെ അല്പസ്വല്പമൊക്കെ ചെറിയൊരു ധൈര്യമൊക്കെ തുടങ്ങി, കോൺഫിഡൻസ് വന്നു. ആ, മുഖാമുഖം, അനന്തരം, അതുപോലെ ഉണ്ട്. അനന്തരമൊക്കെ വളരെ പവർഫുൾ ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് എവിടേക്കോ ചില തൃപ്തികളും കാര്യങ്ങളും തോന്നി. കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാമെന്നൊക്കെ തോന്നി. അങ്ങനെ പിന്നെ കുറച്ച് കോൺഫിഡൻസ് ആയി തുടങ്ങി. അപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന കോമഡി ചെയ്യാൻ സാധിക്കത്തില്ല, അത് പറ്റുമോ? കാരണം എല്ലാവരും പറയുന്നത് കോമഡിയാണ്. ആ, കോമഡി വേണം. ഒരുപാട് പറയുന്നുണ്ടല്ലോ, അത് കോമഡി സിനിമയാണ്, നല്ല കോമഡി റോളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഈ കോമഡി കൊടുത്ത എല്ലാ മനുഷ്യനെ പേടിപ്പിക്കുക പറഞ്ഞു. അങ്ങനെ സംഭവത്തിലേക്ക് വന്നത് പുള്ളി നന്നായിട്ട് കോമഡി ചെയ്യും. ഇങ്ങനെ ഇത് നമ്മുടെ മനസ്സിലൊക്കെ കിടന്ന് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. കോമഡി ചെയ്യുക, അതെന്താ ഈ കോമഡി, ഇതിനു വേണ്ടിയുള്ള സംഭവം, കോമഡി എന്താ പല്ലും ഇങ്ങനെ പറയുന്നത്? എനിക്കത് ചെയ്യാൻ സാധിക്കുകയോ? അതൊക്കെ എനിക്ക് സാധിക്കില്ല. അപ്പോൾ എനിക്ക് തന്നെ അങ്ങനെ ഒരു ധാരണ മനസ്സിൽ കിടന്നു.
അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഈ ഗായത്രി ദേവി എൻ്റെ അമ്മ എന്നൊരു സിനിമയിൽ ഞാൻ കോമഡി ആക്ച്വലി ചെയ്തിരിക്കുന്നത്. അങ്ങനെ കോമഡി എന്ന് പറഞ്ഞാൽ കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്തൊരു ക്യാരക്ടറല്ല, ആ ക്യാരക്ടറിൻ്റെ രീതികളും കാര്യങ്ങളും ചെയ്തപ്പോൾ ഒരു അതിനകത്തൊരു ഒരു ഹ്യൂമർ വന്നു, ഹ്യൂമർ അതിനകത്തുണ്ടായി. കാരണം ഞാൻ കോമഡിക്ക് വേണ്ടി അഭിനയിച്ചൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു ഇമേജ് ചെറുതായിട്ടത് വന്നു. പടം സാമ്പത്തികമായിട്ടൊരു വലിയ കളക്ഷൻ ഉണ്ടായിരുന്നില്ലെന്ന്. അപ്പോൾ പടം ഹിറ്റായതും ഒരു പടം ഹിറ്റായാലും കൊണ്ട് മാത്രമേ ആ പടത്തിൽ അഭിനയിച്ചവർക്കും അത് പേര് നാച്ചുറലി വരുവുള്ളൂ. ആ അപ്പോൾ അങ്ങനെയാണ് ഈ ഇൻ ഹരിഹർനാർ വന്നതും ഈ കോമഡി എന്നുള്ള ഒരു ട്രാക്കിലൊക്കെ എന്നെ അതിനകത്ത് പൊക്കിയെടുത്ത് കൊണ്ട് ഇട്ടു വരാത്തതാണ്. ഇതൊക്കെ അശോകന്റെ DNA കിടപ്പുണ്ടായിരുന്നു. ഈ സാധനം എവിടെയോ ബ്ലഡിൽ കിടന്നിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താ പറയുക, ഒരു നമ്മൾ കുറേയൊക്കെ നമ്മൾ നമ്മുടെ ഉണ്ടാക്കിയെടുത്തേ കുറേ അങ്ങനെ കൂടെ പ്രയത്നിച്ചാലേ കുറേയൊക്കെ കിട്ടുള്ളൂ മനുഷ്യർക്ക്. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ബ്ലഡി ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എവിടെയെങ്കിലുമൊക്കെ മറിഞ്ഞു കിടന്നായിരിക്കും ചിലപ്പോൾ. പക്ഷെ എങ്കിലും പിന്നീട് ഈ പറഞ്ഞ അധികം സിനിമകൾ അങ്ങോട്ട് അശോകന് കിട്ടാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങ് ഡെസ്പായോ? 94-95 മുതലാണ് സിനിമകൾ എനിക്ക് വല്ലാതെ എന്നിൽ നിന്ന് സിനിമ ആകുന്നത്. അല്ല, ഞാൻ സിനിമയിൽ നിന്നാകുന്നത് എന്നെങ്ങനെ പറയാം. അല്ല, സിനിമ അകന്നു പോയി, എന്നിൽ നിന്നകന്നു. അതെ, അതാണ് കൂടുതൽ കറക്റ്റ്. അതെ, അശോകൻ എവിടേക്കും പോയില്ല. ഞാൻ അവിടെ തന്നെ ഉണ്ട്, അന്ന് ഇവിടെ തന്നെ ഉണ്ട്. എന്നിൽ നിന്ന് അകന്നു പോയി 94 അല്ലെ 95 മുതലാണ്. എന്താ സംഭവിച്ച അശോകൻ എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ സിനിമയുടെ ഒരു ഭാഗം. തിരക്കഥാകൃത്തുകളെയും സംവിധായകന്മാരെ കാണുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു, നമ്മളിതൊന്നും ഇല്ലേ ഇന്ന്. ഈ കാലം മോശമാകുമ്പോൾ ഞാനെല്ലാം എന്ത് പറഞ്ഞാലും കേൾക്കില്ല. ചിലപ്പോൾ നമ്മളെ സ്വന്തം നാക്കായിരിക്കും പാമ്പായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ നാക്കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അങ്ങനെ തിരിക്കുന്നവരുണ്ടാവുമല്ലോ. ഈ മോശ സമയം വന്നു കഴിഞ്ഞാൽ പറയുന്നതും എല്ലാം മോശവും, ചെയ്യുന്നതെല്ലാം മോശവും. നല്ല സമയം എന്നാൽ എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറഞ്ഞാലും നല്ലതായിട്ടേ വരുള്ളൂ. അശോകൻ എന്നുള്ള വളരെ അനുഗ്രഹീതനായിട്ടുള്ള നടന് മലയാളിയുടെ നടുവിൽ സാന്നിധ്യം കുറഞ്ഞു വന്നു. എവിടെയൊക്കെ ഒരു തിരുത്തലുകൾ വേണം, അല്ലെങ്കിൽ കാലത്തനുസരിച്ച് ഞാൻ മാറേണ്ടതുണ്ട്, എവിടെയാണ് എനിക്ക് പോരായ്മ പറ്റിയത് എന്നൊരു ആത്മപരിശോധന നടത്തി. ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മളങ്ങനെ ആത്മപരിശോധന നടത്തിക്കൊണ്ടോ തെറ്റുകളുണ്ടെന്ന് മനസ്സിൽ ധരിച്ച് തിരുത്താൻ ശ്രമിച്ചാലോ അതുകൊണ്ടും സിനിമയായിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ ബന്ധമോ പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. അതൊരു കാര്യമില്ല. വരുന്ന വഴി തങ്ങില്ല, കിട്ടുന്ന നമുക്ക് കിട്ടും. വിശ്വാസിയാണ്, കിട്ടാൻ പാടില്ലാത്തത് കിട്ടുകയില്ല. വലിയ വിശ്വാസിയാണ്. അത്യാവശ്യം ഒരു വിശ്വാസം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ അനുഭവം എന്ന് പറഞ്ഞാൽ കാലങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. ഇതൊക്കെ കുറേ വർഷത്തിന് ശേഷം അത്യാവശ്യം തോന്നി തുടങ്ങിയൊരു കാര്യമാണ്. അല്ല, ഞാൻ അത് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അത് കിട്ടിയില്ല, ഇത് പറഞ്ഞത് കിട്ടിയേനെ എന്നൊക്കെ ഒരു ധാരണ പലർക്കും ഉള്ള പോലെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും അല്ല കാര്യം. കിട്ടേണ്ടത് നമുക്ക് കിട്ടും. കാരണം എല്ലാവർക്കും ആ തെങ്ങ കിടക്കുന്നത് മാങ്ങയാണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സന്തോഷമോ ആ സന്തോഷം കൊണ്ട് പറയുന്നവൻ എന്തെങ്കിലും ഗുണമോ കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. മലയാള സിനിമയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, പല രൂപത്തിലും ഭാവങ്ങളുണ്ട്. എവിടെ അശോകനെ കാണാനില്ല. ദുഃഖം തോന്നില്ല അശോകന്? വലിയ ദുഃഖമൊന്നും ഇപ്പോൾ തോന്നാറില്ല. മനസ്സ് കാരണം ഈ സിനിമകളുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സ്റ്റഡിയായിട്ട് ഒരു കാലം സ്ഥിരമായിട്ടൊന്നും കിട്ടില്ല. അങ്ങനെ ഉള്ള എത്ര പേരുണ്ട് അങ്ങനെ മലയാള സിനിമയിൽ? എക്കാലം ഒരുപോലെ നിൽക്കുന്ന വളരെ വിരലിലുണ്ടാവുന്ന കുറച്ച് പേര് മാത്രമേ കുറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം അങ്ങനെ രണ്ട് പടം വന്നാൽ പിന്നെ അടുത്തൊരു കുറച്ച് കാലത്തേക്ക് പടം ഉണ്ടാകും. അങ്ങനെ പറഞ്ഞ് അശോകൻ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അല്ല, ഇത് തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ആശ്വസിക്കുന്ന ഒരു വലിയൊരു ഒരു ഘടകം അതാണ്. നമ്മൾ അത് ദൈവം തന്ന ഒരു ശക്തിയായിരിക്കും ഒരു. പക്ഷേ ഒറ്റ ഗ്രാഫിൽ സ്ഥിരമായിട്ട് അല്ല പോകണം എന്ന്, കാരണം നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നെ ഞാൻ ആലോചിച്ച് സന്തോഷിക്കാറുണ്ട്. കാരണം മലയാള സിനിമയിലെ എണ്ണപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറേ സംവിധാന പടത്തിൽ അഭിനയിച്ച് അങ്ങനെ കുറച്ച് ക്യാരക്ടർ ചെയ്തു എന്നൊരു വലിയൊരു ജീവിതത്തിൽ ലൈഫ് ലോങ് ഒരു കോംപ്ലിമെൻ്റാണ് ശരിക്കും. 100%. അതായത് നൂറുകണക്കിന് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും അവകാശപ്പെടാൻ പറ്റാത്ത കഥാപാത്രങ്ങളെ പ്രദാനം ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പല ഗ്യാപ്പുകൾ വന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് നമ്മൾ ആശ്വസിക്കാറുണ്ട്. അതിനെ വെച്ച കാര്യമുണ്ടോ എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 95 മുതൽ എൻ്റെ പടങ്ങൾ ഗ്രാഫങ്ങ് താഴെയായി. പിന്നെ ഞാൻ സിനിമയിലൊക്കെ എൻ്റർ ചെയ്യുന്നത് 2005-2006 വീണ്ടും എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 വർഷം എന്താ ചെയ്ത അശോകൻ?
അപ്പോൾ ഈ ചാനലുകളൊക്കെ സജീവമായിട്ട് വന്ന സമയത്തും പരമ്പരകളും മറ്റ് ചില ചാനൽ ഷോസും കാര്യങ്ങളും ആങ്കർ ചെയ്തും ചിലതൊക്കെ ആങ്കർ ചെയ്തും സംഗീത പരിപാടികളും ചില സീരിയലിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്ത് ഞാൻ കുറേയൊക്കെ അത് സീരിയലുകളൊക്കെ അഭിനയിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞോ അശോകൻ ഇതിൽ വലിയൊരു അപകടമുണ്ട്, സീരിയലിൽ അഭിനയിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്കുള്ള തിരിച്ചു വരവ് അസാധ്യമാവും പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ നിങ്ങൾ എന്തിനാണ് സീരിയൽ അഭിനയിക്കുന്നത്, നിങ്ങൾ സിനിമയിൽ അഭിനയിക്കേണ്ട ആളല്ലേ, അത് ശരിയല്ല എന്നൊക്കെ എല്ലാം പറയാറുണ്ട്. ആന മെലിഞ്ഞാൽ തൊഴുത്തി കെട്ടുമോ? ഞാൻ അങ്ങനെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ആ ചോദ്യത്തിൽ നമ്മൾ കിട്ടുന്ന അത് ഏറ്റവും വലിയ ഒരു വിധത്തിൻ്റെ ഒരു കോംപ്ലിമെൻറ്റ് കൂടാണ്. സിനിമയിൽ ദൈവാധീനത്താൽ അങ്ങനെ കുറച്ച് ഒരു ഇമേജ് ഉണ്ടാക്കിയ ഒരു കാര്യം ഞാനിപ്പോൾ ആലോചിച്ച് പോകാറുണ്ട്. അല്ലെങ്കിൽ അവരങ്ങനെ എന്നോട് ചോദിക്കണമെന്നില്ല. ഒരു പക്ഷേ എന്തെങ്കിലും ചില ക്യാരക്ടർ ചെയ്ത് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ചോദ്യം ആരും ചോദിക്കില്ല. ഈ പറഞ്ഞവരുടെ പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ചോദിക്കുന്നതും നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതും അതുകൊണ്ടാണ്. ഒരു പതിറ്റാണ്ട് കാലം പ്രത്യേകിച്ച് അശോകനെ പോലുള്ള നിറയൗവനമുള്ള, യൗവനം ഉദ്ദേശിക്കുന്നത് വയസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, രൂപത്തിൻ്റെ കാര്യത്തിൽ, ഭാവത്തിൻ്റെ കാര്യത്തിൽ, ചേഷ്ടകളുടെ കാര്യത്തിൽ, സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയല്ലേ? അതെ. അങ്ങനെ ഒരു നടൻ 10 വർഷക്കാലം സിനിമയിൽ നിന്ന് പരിപൂർണം ഉദ്ദേശിക്കുന്നത് ഏറെക്കുറെ ഔട്ടായി പോവുക എന്ന് പറയുന്നത് ഒരു ദുരന്ത ട്രാജഡിയാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്. ചോദിച്ചിരുന്നു എന്നോട്. ഭാര്യ മോളും എന്ത് പറഞ്ഞു? ഇടയ്ക്കൊക്കെ അവർ സംസാരിക്കാം. അതാ എന്ത് പറ്റി എങ്ങനെയാണെന്നുള്ളത് പടമൊന്നും ഇല്ലേ ഇപ്പം, എന്താ പറ്റി? അല്ല, അവൾ ജനിച്ച സമയങ്ങളിൽ പടങ്ങൾ പോലെ തന്നെ ഞാൻ കുറേ TV സീരിയൽ കണ്ടാണ് അവളെ ഓർമ്മ. പിന്നെ വന്നാണ് അതിനുശേഷമാണ് സിനിമകൾ മുമ്പ് വെച്ച പടങ്ങളും പിന്നീടും ഒക്കെ കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് അവർക്കതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അവർ കൂടുതൽ അവർക്ക് അറിയില്ല. മകളുടെ ഒരു വർത്തമാനം നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അച്ഛൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇൻ ഹരിഹർ നഗർ, പെരുവഴി അമ്പലം, പിന്നെ പാപ്പി അപ്പച്ച. അച്ഛൻ എത്ര ബിസി ഷൂട്ടിലാണെങ്കിലും എൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഓണം, വിഷു അങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ ഉണ്ടെങ്കിൽ അതിന് സമയം കണ്ടെത്തി അച്ഛനിവിടെ ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അച്ഛൻ. എന്നെ ഒരുപാട് വിമർശിക്കുള്ളൂ. അച്ഛൻ എന്തോ അങ്ങനെയല്ല അച്ഛാ, ഇങ്ങനെ പറയാം, ഇങ്ങനെയാണ് അച്ഛാ, അതങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് എന്നൊക്കെ അവൾ പറയും. അവൾ പാട്ടുകൾ തന്നെ ഇപ്പോഴത്തെ തലമുറയുടെ സംഭവങ്ങളുണ്ടല്ലോ. നമ്മളിപ്പം ഈ ഹിറ്റായിട്ടുള്ള പാട്ടുകളൊന്നും അവൾ പുതിയ പാട്ടുകളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില പാട്ടുകൾ അടിപൊളി പാട്ടുകളാണ്. അച്ഛൻ പഴയ മെലഡിയും പാടിയിരിക്കുന്നത് അതൊക്കെ കാലം കഴിഞ്ഞിട്ട് അവൾക്ക് അവൾ അത്യാവശ്യം പാടുകയും ചെയ്യും. പക്ഷെ അവൾ ഇപ്പോഴത്തെ ചെത്ത് പാട്ടുകളാണ്. അശോകൻ എന്താ സിനിമയിൽ നിന്ന് പഠിച്ച ഏറ്റവും കയ്പുള്ളൊരു പാഠം? ഈ പറഞ്ഞ അനുഭവങ്ങൾ തന്നെ കയ്പുള്ളൊരു പാഠം. കാരണം സിനിമയെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ. അതാരും ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നില്ല. ശാശ്വതമായൊരു ബന്ധമില്ല. ഇല്ല, ഒരു ബന്ധവും ശാശ്വത സിനിമയിലില്ല. കാരണം 35 വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇയാളെ ചിലപ്പം എന്താണ് വലിയ പുണ്യങ്ങളാണെന്ന് ചോദിക്കും. അതുകൊണ്ട് സത്യമായ കാര്യം നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇത് പൊതുവേയുള്ള കാര്യം, പ്രത്യേകിച്ച് ഒരു വ്യക്തിയോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ആ സിസ്റ്റം അങ്ങനെയാണ്. സിനിമ അത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒരാളോട് സ്നേഹം തോന്നിയിട്ടോ ഒരാൾ സ്നേഹവും ഉണ്ട് എന്ന് ധരിച്ചാൽ തെറ്റാണത്, ഉണ്ടാവില്ല. നമ്മളൊരാൾ പൈസ ഒരു അഭിനയിച്ച് കിട്ടാനുള്ള പൈസ ചോദിച്ചാൽ അത് നമ്മൾ ചിലപ്പോൾ അടുത്ത പടത്തെ വിളിക്കത്തില്ലായിരിക്കാം എന്നൊക്കെ ഒരു ധാരണ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് പോലും ഉണ്ടായിട്ടുള്ള മനസ്സിൽ തോന്നിയ കാര്യമാണ്. അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. നമ്മളൊന്ന് ചിലപ്പോൾ ഒന്ന് അത് തർക്കിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയല്ല, എങ്ങനെയാണ് മറ്റേത്, അത് ശരിയാണോ, അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ ഇനി അവർ നമ്മളെ കാസ്റ്റ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ എല്ലാവരും ചിരിച്ച് പല കോംപ്രമൈസസിനും അശോകൻ വിധേയമായിട്ടില്ലേ? ഉണ്ട്. ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളാണ് സത്യത്തിൽ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനൊന്നും പറ്റുകയൊന്നുമില്ല. കോംപ്രമൈസ് സിനിമയിലല്ല, അല്ലാതെ പോലും ഞാൻ ചെയ്യില്ല. ഒന്നും നിഷേധിക്കുക എന്നുള്ളതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഒരു പരിധിക്കപ്പുറം ഒന്നും നമ്മൾ സിനിമ ആയതുകൊണ്ടും കൂടുതൽ ഫ്ലെക്സിബിൾ ആകാം. നമ്മളെ ആരെങ്കിലും രക്ഷപ്പെടുത്തിക്കൊള്ളും അല്ലെങ്കിൽ ഇന്നയാൾ നമ്മളെ സഹായിക്കും എന്ന് വിചാരിച്ചാൽ വലിയ അപകടത്തിൽപ്പെടും സിനിമയിൽ. ഉറപ്പായിട്ടും. അല്ല, അങ്ങനെ വിചാരിക്കാൻ തെറ്റാണ്, മണ്ടത്തരമാണ്. അങ്ങനെ സഹായിക്കും, എന്നെ സഹായിച്ചുകൊള്ളും, സഹായിക്കാൻ ആളുണ്ട് എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇല്ല. എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ ഒരാളുണ്ടായിരുന്നു, സാക്ഷാൽ പത്മരാജൻ. അത് കഴിഞ്ഞ് ആരും കിട്ടിയില്ല. ഇല്ല. ഒരു സംവിധായകനും ഒരു നടനും ഒരു സഹപ്രവർത്തകനുമായി സചേതനമായ അല്ലെങ്കിൽ ജൈവപരമായ ഒരു ബന്ധം അശോകന് സിനിമയിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല.
അല്ല അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരാളായിരുന്നു പെർപ്പേട്ടൻ. അത് കഴിഞ്ഞ് ഇല്ല, എൻ്റെ ഇപ്പോഴത്തെ ഒരു ഓർമ്മയിൽ അറിവിലില്ല. സിനിമയിൽ അങ്ങനെ ബന്ധം ഇല്ല. സിനിമ വളരെ ക്രൂരമായ മേഖലയാണല്ലേ? ക്രൂരമായതുകൊണ്ട് അപ്പം ഈ ചക്രമല്ലേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയില്ല. അതിനകത്ത് ആര് വരുന്ന കയറി പോകുന്നു, ആകെ അങ്ങനെ വരുന്ന അടുത്ത ആൾ ഇറങ്ങുന്നു, വിജയത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. അത്രേ ഉള്ളൂ. ആവശ്യം തോന്നുന്നു അവരെ വിളിക്കുക. അതുകൊണ്ട് എല്ലാ പടങ്ങളിലും ഒരാൾ നമ്മളെ കാസ്റ്റ് ചെയ്യണം, ഒരു നിർബന്ധമില്ല അതിനകത്ത്. നമ്മൾ അങ്ങോട്ട് പോയി പറഞ്ഞാലും ശരി എനിക്കൊരു വേഷം അതിനകത്ത് വേണം, എത്ര പറയാം, നോക്കാം അതിനകത്ത് പറ്റിയ വേഷം വേണ്ടേ. ഒരുപാട് പാരകളുള്ള ഒരു മേഖലയാണ് സിനിമ. പക്ഷേ അങ്ങനെ പാരയൊന്നും എനിക്ക് സ്വയം അനുഭവമായിട്ടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. അത് ഉണ്ടായിട്ടുണ്ടോ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ദീർഘമായിട്ട് നോക്കിയിട്ടൊന്നുമില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര പാര ഒരാളെ വെച്ചെന്ന് പറഞ്ഞാലും അവനൊരു തലയെഴുതിരിക്കുന്നതാണ് വരും. നമുക്ക് വിധിച്ചിട്ടുള്ള നമുക്ക് തന്നെ കിട്ടും. കിട്ടണ്ട അത് കിട്ടില്ല, അതിന് കിട്ടില്ല, കിട്ടില്ല. മലയാള സിനിമയിൽ കിട്ടാത്ത സൗഹൃദവും കിട്ടാത്ത ആശ്വാസവും ഒക്കെ അശോകന് കിട്ടുന്നത് ചെന്നൈയിലെ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നിന്നാണ്. ചെന്നൈയിൽ നല്ല സൗഹൃദ വല എനിക്കുണ്ട്. കാരണം നമുക്ക് മനസ്സിന് സന്തോഷം എപ്പോഴും തോന്നുന്നുള്ള കാര്യം സംഗീതമാണ്. ആ സംഗീത ഗ്രൂപ്പിൽ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് അവിടെ കുറേ, അത് പ്രായവ്യത്യാസമില്ലാതെ എൻ്റെ പ്രായം എന്നെക്കാൾ മൂത്തോ എന്നെക്കാട്ട് ഇളയത് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, അത്യാവശ്യം പാട്ട്, ചിലപ്പോൾ കരോക്കെ, അങ്ങനെയൊക്കെ. എല്ലാ ആഴ്ചയും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങൾ 2 ആഴ്ച എന്ന് പറയാൻ വയ്യ, എങ്കിൽ പോലും ഒരു മാസത്തിൽ സാധാരണ ഒന്നുണ്ടാവും. താങ്കൾ യഥാർത്ഥത്തിൽ താങ്കളാകുന്നത് അവിടെയാണ്. ശരി. കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ യാന്ത്രികമായിട്ട് ശരി, ഓക്കെ, എന്താ വിശേഷങ്ങൾ, അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും. കുറച്ചുകൂടെ ഔപചാരികമാണ് അശോകൻ കേരളത്തിൽ. അവിടെ എല്ലാം മറക്കുന്നു അല്ലേ? അവിടെയെല്ലാം മറക്കും. അത് ചെന്നൈയുടെ പ്രത്യേകതയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇടയ്ക്ക് ചില ബന്ധങ്ങൾ കേരളവുമായിട്ട് നിലനിർത്തുന്നുമുണ്ട്. അതിലൊരു സുഹൃത്തിനെ ഞാൻ കാണിച്ചത്. നമ്മൾ തമ്മിലുള്ള സൗഹൃദം വളരെയധികം അടുക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ഗൾഫ് യാത്രയിലാണ്. വളരെ പ്രയാസകരമായിട്ട് ഒരു ഗൾഫ് യാത്രയിൽ നമ്മളെല്ലാം ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ കുടുങ്ങിപ്പോയി. ആ സമയത്താണ് ഞാനും അശോകനും നമ്മൾ തമ്മിലുള്ള എപ്പോഴും നമ്മളൊരു ബുദ്ധിമുട്ടുള്ളൊരവസരത്തിലാണ് നമ്മൾ നമ്മുടെ കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയുന്ന ആ സമയത്താണ്. എന്താണ് സൗഹൃദങ്ങളെക്കുറിച്ച് പൊതുവെയുള്ള അശോകൻ്റെ അഭിപ്രായം? സൗഹൃദങ്ങളിൽ അശോകന് വലിയ വിശ്വാസമില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ എങ്കിലും ചില സൗഹൃദങ്ങളുണ്ട്. വളരെ സെലക്റ്റീവ് അശോകനൊക്കെ. അത് കറക്റ്റാണ്. ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കില്ല. അല്ല, ഇപ്പോൾ കാണുമ്പോഴെല്ലാം നമുക്ക് സുഹൃബന്ധം ഉണ്ട്. പക്ഷേ ഉപരിപ്ലവമായിട്ട്. അതെ. പക്ഷേ ഉള്ളു തുറന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ തുറന്ന് ഇടപഴകുന്ന കുറച്ച് ആൾക്കാർ അത് വേണുഗോപാൽ, ഉണ്ണിമേനോൻ, കുറച്ച് പേരുണ്ട് അങ്ങനെ. അത് എനിക്ക് തോന്നുന്നു ഞാനൊരു പാട്ടുകാരനായതുകൊണ്ടായിരിക്കാം. കാരണം എൻ്റെ ഇപ്പോൾ പ്രൊഫഷൻ അഭിനയമാണെങ്കിലും ഞാൻ അഭിനയത്തിലുള്ളവരെ ഞാൻ എടുത്തു പറയാതെ ആദ്യം സിംഗേഴ്സിനെ കുറിച്ച്, പ്ലേബാക്ക് സിംഗേഴ്സിനെ കുറിച്ച് പറയുന്നത് ഒരു പക്ഷേ ഉള്ളിൽ ആദ്യമേ കിടന്നിരുന്ന ഒരു പാട്ടിൻ്റെ ആ ഒരു ഇത് ബ്ലഡ് കിടന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ പറയുന്നത്. വേണു പറഞ്ഞു അശോകനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണം. വേണുവിന് വേണ്ടി, വേണുവായിട്ടുള്ള സൗഹൃദത്തിന് വേണ്ടിയിട്ട്. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരണകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. തരണകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ, കൂടുകൾ
വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു തലം മാത്രം വിടന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരണകപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. അശോകൻ്റെ വേറെ പ്രത്യേകിച്ചാൽ അശോകന് സിനിമയിലെ സീനുകളിൽ പാട്ടുണ്ടെങ്കിൽ അശോകൻ്റെ മുഖം ഇങ്ങോട്ട് വികസിക്കും. കണ്ണൊന്ന് പുറത്തേക്ക് തള്ളും. സന്തോഷം അത് ആഴ്ന്നിറങ്ങിക്കൊണ്ടാണ് അശോകൻ അഭിനയിക്കുന്നത്. ഇൻവോൾവ്മെൻറ്റ് വളരെ തീവ്രമാണ്, തീഷ്ണമാണ്. ഒരുപക്ഷെ പാട്ടിനോടുള്ള അടങ്ങാത്ത ഒരു ദാഹമായിരിക്കാം അശോകനെ അങ്ങനെ ഒരു രാസപരിണാമത്തിലൂടെ കടത്തിവിടുന്നു. അല്ല, ഈ സംഗീതം ഒരു പക്ഷേ എല്ലാവരും പറയുന്ന പോലെ സംഗീതം ഉള്ളതുകൊണ്ടായിരിക്കാം അഭിനയത്തിൽ എപ്പോഴെങ്കിലും ഇൻട്രസ്റ്റ് വന്നത്, അല്ലെ അങ്ങനെ ഇതിലേക്ക് ചാടി എടുത്തിട്ടത്, എറിയപ്പെട്ടത്, അല്ലെ വന്ന് പെട്ടത് വളരെ പ്രകടമാണ്. ഒരുപക്ഷെ ഒരു പ്രത്യേക പാട്ടുണ്ട്. ആ പാട്ട് ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റുന്ന പാട്ടല്ല. ഈ സിനിമയിലെ ആ കഥാപാത്രത്തിന് ഏറ്റവും കൂടുതൽ ചാരുത നൽകിയത് ഈ ഒരു ഗാനമാണ്. പക്ഷേ ഈ സിനിമ മൊത്തം നിൽക്കുന്നതിലൊരു വൺ ഓഫ് ദി പില്ലേഴ്സ് ഈ പാട്ടാണ്. പാട്ട് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട സിനിമ പാട്ട്. ഈ പാട്ട് അതിന് സീനുകളില്ലായിരുന്നെങ്കിൽ ആ സിനിമ ഇതുപോലെ മനസ്സിലേക്ക് കയറില്ലായിരുന്നു. കറക്റ്റാണ്. അല്ല, എനിക്ക് വേറെ ഒരു ഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസ് പാടിയ, ദാസേട്ടൻ പാടിയ പ്രധാനപ്പെട്ട പല പാട്ടുകളും എനിക്ക് സിനിമയിൽ പാടാൻ സാധിച്ചു, അഭിനയിച്ച് പാടാൻ സാധിച്ചു. കുറേ പാട്ട്, ഇപ്പോൾ ഇത് ഒരു ദളം, ഈ പാതിരാമഴ, അതുതന്നെ ഒരു മെയ് മാസപ്പുലരിലെ പാട്ട്, അങ്ങനെ കുറേ പാട്ടുകൾ അങ്ങനെ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. നല്ല പാട്ടുകൾ കുറേ പാടാൻ പറ്റിയിട്ടുണ്ട്. സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് അശോക നേരത്തെ പറഞ്ഞ പോലെ. ന്യൂ ജനറേഷൻ സിനിമകൾ, സിനിമയുടെ സങ്കേതങ്ങൾ മാറി, സിനിമയുടെ സ്വഭാവം മാറി, സിനിമാ നിർമ്മാണത്തിൻ്റെ സമവാക്യങ്ങൾ മാറി, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അശോകൻ മാത്രം മാറാതെ നിൽക്കുന്നു. പാറ പോലെ അല്ലേ? പാറ പോലെ ഉറച്ചു നിൽക്കുന്നത്, തല ഇങ്ങനെ വെച്ചോണ്ട് ചില പൂവൻകോഴിയൊക്കെ നോക്കുന്നത് അല്ലേ? അതെ, ആ പലരും പറഞ്ഞിട്ടുണ്ടാവും. അല്ലേ, ഒരു പെടക്കോഴി കാണുന്ന പൂവൻകോഴി പോലെ. പെടക്കോഴി ഇഷ്ടമുണ്ടോ സംശയമാണ്. സിനിമകൾ ന്യൂ ജനറേഷൻ സിനിമ പണ്ട് പോലെയുണ്ട്. 1970 മുതൽ ന്യൂ ജനറേഷൻ സിനിമ തുടങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർ പറയുന്നുണ്ട് ന്യൂ ജനറേഷൻ സിനിമയാണ്. അതിപ്പോൾ ന്യൂ ജനറേഷൻ സിനിമ ഇല്ലേ? പക്ഷേ ഇത് വർഷങ്ങളായിട്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന സിനിമകൾ ധാരാളം അന്നും ഉണ്ടായിട്ടുണ്ട്. അന്ന് ചെമ്പരത്തി എന്ന് പറഞ്ഞ സിനിമ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് 1970 അങ്ങോട്ട് സിനിമയാണത് ചെമ്പരത്തി. അന്നകത്ത് രാഘവൻ സുധീർ, നമ്മുടെ രാഘവേട്ടൻ മരിച്ചുപോയ സുധീറൊക്കെ അഭിനയിച്ച 2 പ്രധാന വേഷങ്ങൾ അഭിനയിച്ച മധുസാറൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ ഇവരാണ് പ്രധാന വേഷം. ആ പടം അന്ന് PN മേനോൻ സാറ്, SK നായർ, PN മേനോൻ കൂട്ടുകെട്ട്. ഈ പടത്തിൽ പുതുമുഖങ്ങളാണ് ഹീറോസ് അന്ന് സാധാരണ ഒരു സിനിമയിൽ കുറച്ച് വ്യത്യസ്തമായിട്ടൊരു സിനിമയാണ്. ഒരുപാട് പടം, ചായം, അതിനുശേഷം വന്ന് ചായം, അതും പുതുമുഖങ്ങളെ വെച്ചെടുത്ത പടമാണ്. അപ്പോൾ എന്താ ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു? എനിക്കറിയില്ല. അല്ല, അത് ഇത് എല്ലാ വർഷവും അങ്ങനെ ഓരോ 5, 6, 10 വർഷമായിരിക്കും ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ സിനിമകൾ വരുന്നുണ്ട്, പുതുമുഖങ്ങളും ധാരാളം വരുന്നുണ്ട്. ഇപ്പം ഈ നവസിനിമ തരംഗം എന്നൊക്കെ പറയുന്നത് വെറും ട്രാഷ് ആണല്ലേ, അസംബന്ധമാണ്. എനിക്കതിന് എന്താണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഈ ന്യൂ ജനറേഷൻ സിനിമ. അതിനകത്ത് എന്തെങ്കിലും എത്ര സിനിമയിൽ സ്ഥിരമായിട്ടൊരു കഥ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അന്നും ഇന്നും കാണുന്ന ഒരു കഥ, ഒരു ബേസ്, അല്ലെങ്കിൽ അതിനകത്തൊരു സത്തുള്ളത് പ്രേമം തന്നെയാണ്, വേറൊന്നുമില്ല. അതില്ലാതെ ഒരു സിനിമ ഇവിടെ ഇല്ലല്ലോ. അന്നത്തെ സിനിമയിലുണ്ട് പ്രേമം, അന്നുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും കുറച്ച് വേണ്ടാത്ത അശോകന് ഈ പറഞ്ഞ ഈ തിയറികളോടൊന്നും യോജിപ്പില്ല? ഇല്ലെന്നോ? ഇല്ല. ഈ നവതരംഗം എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ നവതരംഗങ്ങളുണ്ട്. പക്ഷേ നമ്മൾ സിനിമയെ കാണുമ്പോൾ ഒരു കണ്ടന്റ് ഒന്ന് തന്നെയാണ്. എന്തെങ്കിലും കുറച്ച് ഡിക്ഷണറി ഇല്ലാത്ത കുറച്ച് പദങ്ങൾ പ്രയോഗിച്ചാൽ ഒരു പക്ഷേ ന്യൂ ജനറേഷൻ സിനിമയാവില്ലല്ലോ, ആകത്തില്ല. ഇല്ല. പണ്ട് അന്നത്തെ സിനിമകളുണ്ട് അങ്ങനെ പറയാൻ. കുറച്ച് അസഭ്യമായ ചില ഡയലോഗുകളൊക്കെ പണ്ട് സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ഇല്ല, അതല്ലേ ഉദ്ദേശിക്കുന്നേ? എന്തിനങ്ങനെ പറയണത്? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ പുതിയ ആൾക്കാർ അന്നും വരുന്ന പുതിയ സംവിധായകർ, നടന്മാരൊക്കെ ഇത്രയും സുലഭമായി വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അന്നത്തെ സാഹചര്യം വേറെ ആയത് കാരണം
കാരണം ഇന്നൊരു സിനിമ ഷൂട്ടിംഗ് മുഴുക്കെ കേരളത്തിലെ മുഴുക്കെ. ഇന്ന് ഒരു സിനിമയിൽ ഒരാൾക്ക് അഭിനയിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഈ സിനിമകളൊക്കെ ഇപ്പം നമ്മളിപ്പോൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സോ കോൾ ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ അശോകൻ്റെ അഭിപ്രായപ്രകാരം ഒരു സോപ്പ് കുമള പോലെ ഇങ്ങനെ വന്ന് പൊട്ടി അങ്ങനെ പോവുകയാണ്. ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന പല സിനിമകളും മനുഷ്യർക്ക് അധികം കാലം മനസ്സിൽ പലതും നിൽക്കുന്നില്ല. കെട്ടുറപ്പുള്ള ഒരു കഥയോ കാര്യങ്ങളോ ഒരു സബ്ജക്റ്റോ പലതിനകത്തില്ല. മുമ്പുള്ള സിനിമയിൽ നമ്മൾ പ്രശസ്തരായ ഒരുപാട് നോവലിസ്റ്റുകൾ എഴുതിയ കഥകളുണ്ടായിരുന്നു. ടെക്നിക്കലി അന്ന് സാങ്കേതികപരമായി അന്ന് ഇന്നത്തേക്കാളെ കുറച്ച് പുറമോട്ടായിരുന്നു അന്ന്. അതിൻ്റേതായ ചില പാകപ്പഴകൾ വേണം ഇന്ന് കണ്ടാൽ വേണേൽ പറയാം. പക്ഷെ എന്നാലും ശരി, ആ പടം ഇന്ന് കണ്ടാൽ മോശമെന്ന് പറയാൻ പറ്റില്ല. അത് പക്ഷേ ഈ ന്യൂ ജനറേഷൻ സിനിമകളിലെ ചേരുവകളിലേക്ക് അശോകൻ ചേരാത്തുകൊണ്ടുള്ള ഒരു വിഷമമല്ല. ഒരിക്കലും അല്ല. ഞാൻ ന്യൂ ജനറേഷൻ സിനിമയിൽ വന്ന അങ്ങനെ ഉണ്ടെങ്കിൽ പെരുവഴിഞ്ഞവൽ എന്നൊരു സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ രൂപത്തിൽ വന്ന ഒരു സബ്ജക്റ്റ്, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഡിഫറൻ്റായ സബ്ജക്റ്റായിരുന്നു. പാട്ടില്ല, സ്റ്റണ്ടില്ല, ചാട്ടം പിടിയൊന്നും ഇതിനകത്ത്. ഞാൻ പുതിയ ആളാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ന്യൂ ജനറേഷൻ സിനിമയുടെ ചേരുവയിലേക്ക് അശോകൻ വരുന്നില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ എന്താ അശോകൻ പ്രതികരിക്കുക? അല്ല, അത് അവരുടെ ഒരു അഭിപ്രായമായിരിക്കും. ഞാൻ ന്യൂ ജനറേഷൻ സിനിമയിൽ പലതും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും പുതിയ ആൾക്കാർ മാത്രം അഭിനയിച്ചാൽ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയാൻ പറ്റില്ല. ഒരു സുഹൃത്ത് എന്തൊരു ചോദ്യം ചോദിക്കുന്നു. മദിരാശിയിൽ താമസിക്കുന്ന ഒട്ടുമുക്കാൽ മലയാളി സിനിമാ താരങ്ങളും കേരളത്തിലേക്ക് താമസം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജയറാമും കേരളത്തിലേക്ക് പോകാമെന്നൊക്കെ എൻ്റെ അടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അശോകന് ഇത്തരത്തിൽ ഇവിടെ നിന്ന് മദിരാശിയിൽ നിന്ന് കേരളത്തിലേക്ക് പോകാനുള്ള വല്ല ആഗ്രഹങ്ങളും ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ഉദ്ദേശങ്ങളും ഉണ്ടോ? ഇദ്ദേഹത്തിന് നിങ്ങളവിടെ പറഞ്ഞോടത്ര നിർബന്ധം. അദ്ദേഹം മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്, തമിഴ്നാട്, ഓൾ തമിഴ്നാട്. നന്ദഗോവിന്ദ്. ഞങ്ങൾ നെബേഴ്സ്, ഓൾമോസ്റ്റ് നെബേഴ്സാണ്, വലിയ സുഹൃബന്ധമാണ്. അദ്ദേഹം അങ്ങനെ എങ്ങാനും ഒരു ദുരന്തം സംഭവിക്കുക എന്നുള്ളൊരു ആശങ്കയിലാണ്. അല്ല, അപ്പോൾ ഞാനിപ്പോൾ അവിടുന്ന്, കാരണം ഞാനവിടെ താമസമായിട്ട് 10 വർഷമായിട്ടുള്ളൂ. ഇനി വരുവാണെങ്കിൽ കൊച്ചിയിലേക്കല്ലേ വരേണ്ട അശോകൻ? വരികയാണെങ്കിൽ കൊച്ചിയോട്ട് വേണ്ട, പക്ഷേ അതൊന്നും ഡിസൈഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല. ഞാനിവിടെ ആയിരുന്നല്ലോ ഇത്രയും കാലം. മകളുടെ പഠനമൊക്കെ കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെന്നൈയിൽ നിന്ന് വേണം മാറാം അല്ലേ? അല്ല, നമ്മളൊരു സിനിമയുടെ പ്രൊഫഷൻ ഉദ്ദേശിച്ച് വേണ്ടി വരിക എന്ന് പറയുന്നത്, അത് എനിക്ക് അതിനോട് അത്ര ഒരു വിശ്വാസമോ യോജിപ്പില്ല. എവിടെ ഇരുന്നാലും ഇന്ത്യയിൽ മദ്രാസെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം ഒന്ന് തന്നെയാണ്. കാരണം മദ്രാസിൽ പോകാന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമൊന്നുമല്ല. ഒരു കണക്കിന് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നേക്കാൾ എളുപ്പമാണ് ഒറ്റ മണിക്കൂർ. ചവറ് പോലെ ഫ്ലൈറ്റും ഉണ്ട്, വലിയ ചാർജും ഇല്ല. അപ്പോൾ ഇതിനകത്തൊരു വിഷയമുള്ള കാര്യമില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലെ വളരെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു വളരെ ചെറുതിൻ്റെ പോലും പറയാൻ പറ്റുന്നില്ല. മുൻപൊക്കെ വലിയ സംഭവമായിരുന്നിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല, വരില്ല എന്ന് ഞാൻ പറയില്ല. ചെന്നൈയിലേക്ക് മാറിയത് സിനിമ അവസരങ്ങൾക്ക് വേണ്ടിയായിരുന്നു? അല്ലല്ല, ചെന്നൈയിലേക്ക് മാറിയത് സിനിമകൾ ഇപ്പോൾ ഷൂട്ടിങ്ങില്ലല്ലോ അവിടെ. അല്ല, പിന്നെ 10 വർഷം മുമ്പ് അത് ഞാൻ അന്ന് ആദ്യം ഒരു തമിഴ് സീരിയലിൽ എനിക്കൊരു ഓഫർ വന്നു. അത് നല്ല കമ്പനി, UTVയുടെ കമ്പനിയായിരുന്നു. അപ്പോൾ അതിന് ഡയറക്ടർ, നല്ല ഡയറക്ടർ, കവിതാ ഭാരതി എന്നൊരു ഡയറക്ടറാണ്, ഭാരതി രാജയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല അതിനകത്തൊരു നല്ലൊരു കോമ്പിനേഷൻ കണ്ടുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഓഫർ വന്നപ്പോൾ ഞാൻ അവിടെ പോയി. അത് അഭിനയിച്ചിട്ട് തിരിച്ചും കേരളത്തിൽ വരാനിരുന്നതാണ്. അങ്ങനെ പോയി ചെയ്തിട്ട് ഇവിടെ വരാനിരുന്നതാണ്. പക്ഷേ അത് ആക്സിഡൻ്റലി അവിടെ താമസമായി. കാരണം അപ്പോഴത്തേക്ക് ഒരു ഫ്ലാറ്റും ഒക്കെ അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ എനിക്ക് താമസിക്കാൻ വേണ്ടി ഫ്ലാറ്റ് വാടകയ്ക്ക് തന്നു. അവർ വാടക കൊടുത്തുണ്ട്. അപ്പോൾ അത്രയും കാലം 1 വർഷത്തേക്കുള്ള സീരിയൽ പോയി അന്ന്. അത്രയും കാലം അവർ കൊടുത്തു. അതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലാറ്റ് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുറേ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ എടുക്കുന്ന പോയി നോക്കുക, ഇപ്പം വളരെ റീസണബിളായിട്ട് റേറ്റ് കിട്ടും. അങ്ങനെ താല്പര്യം, എന്നേക്കാൾ പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമായിരുന്നു. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നത്. അങ്ങനെ ഫ്ലാറ്റ് പോയി വാങ്ങിച്ചു, അവിടെ അങ്ങ് താമസമായി. ഭാര്യയ്ക്ക് ചെന്നൈയാണോ ഇഷ്ടം? ചെന്നൈയാണ് ഇഷ്ടം. ഇപ്പം അപ്പോൾ പിന്നെ കാര്യം പോക്കെ ഇങ്ങോട്ട്. എനിക്ക് ചെന്നൈ തീരെ ഇഷ്ടമായിരുന്നില്ല. കാരണം ആദ്യ പടം പോലും മറ്റാസി പോയി ഡബ് ചെയ്യായിരുന്നു ഈ പെരുവഴിമ്പലം മുതൽ. എനിക്ക് അവിടെ ചെന്നാൽ പിറ്റേ ദിവസം ഡബ്ബിങ് കഴിയുക, അല്ലെങ്കിൽ ഷൂട്ടിംഗ് കൊണ്ടേ അത് കഴിഞ്ഞ് വേഗം സ്ഥലം വിടുക എന്നുള്ളതാണ്. അന്ന് വൈകിട്ട് ട്രെയിനിൽ കയറി എങ്ങനെയെങ്കിലും ടിക്കറ്റിലെങ്കിലും ഇടിച്ച് കയറി നമ്മൾ വരുമായിരുന്നു ഇവിടെ. പക്ഷേ അവിടെ താമസമായ ശേഷവും എനിക്കിവിടെ വന്നാൽ മതി എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ചെന്നൈ ഇഷ്ടപ്പെട്ടു. കുറേശ്ശെ ഒരു താല്പര്യം ചെറുതായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങി. ഈ സൗഹൃദ കൂട്ടായ്മ ശക്തിപ്പെടുകയും ചെയ്തു. നല്ല സൗഹൃദമാണ് അവിടെ, നല്ല സൗഹൃദമാണ്, ശക്തിയുള്ള സൗഹൃദമാണ്. അശോകൻ്റെ ഒരു ആശംസ തരാൻ വേണ്ടി അശോകൻ്റെ ഒരു നാട്ടുകാരി നമ്മോടൊപ്പം. ഞാൻ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭയങ്കര നല്ല ഡ്രസ്സും നല്ല ഹെയർ സ്റ്റൈലും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു. നല്ല
ഭയങ്കര സുന്ദരനാക്കി കാണിക്കും എന്നുള്ളതായിരുന്നു സിനിമയെക്കുറിച്ചുള്ള ഒരു തോട്ട്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കുളിക്കാത്തവനെ പോലെയുള്ള ഒരു ഇതിലേക്കാണ് ആദ്യം അഭിനയിക്കാൻ എന്താ പറയുക അവസരം കിട്ടിയതെന്നൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ പറയണത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ അവതരിപ്പിച്ചതിൻ്റെ മഹത്വം ആ കഥാപാത്രങ്ങളിൽ നിന്നിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ നാട്ടുകാരി ആയതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്ന് ചേട്ടന് വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ പറ്റിയതിൽ താങ്ക്സ്. നാട്ടുകാരാണ്. അതെ, നവിയുടെ കുടുംബം ഞങ്ങൾ കുടുംബപരമായിട്ടൊക്കെ നല്ല അടുപ്പമുള്ളവരാണ്. അതുകൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് നവിയെ പറഞ്ഞത്. അതെ അതെ, നമ്മൾ സുന്ദരനായിട്ടുള്ള ഒരു ആഗ്രഹവും വലിയ മുടിയെല്ലാം വെട്ടിയിറക്കി പിന്നെ ഡ്രസ്സൊക്കെ ഘടിപ്പിച്ച് ഞാനത് എഴുതിയിരുന്ന ഇവിടെ. അശോകൻ, ഇനി ഏതൊരു വ്യക്തിക്കും നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നെ കുറിച്ചൊരു ധാരണയുണ്ടാവും. അതിന് വേണം സ്വപ്നം എന്ന് പറയാം, ആഗ്രഹം എന്ന് പറയാം, ലക്ഷ്യം എന്ന് പറയാം, പലതും പറയാൻ വേണമെങ്കിൽ. സ്വപ്നം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു അബ്സ്ട്രാക്റ്റായി, ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു കോൺക്രീറ്റൈസ് ചെയ്യപ്പെട്ടു. ലക്ഷ്യത്തെക്കുറിച്ച് ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ അശോകനെ ഈ വേദി കാണുമ്പോൾ അശോകൻ എന്തായിട്ട് വരാനാണ് അശോകൻ ആഗ്രഹം? നിരവധി ഹിറ്റ് സിനിമകളുടെ മുന്നണിയിലുള്ള വ്യക്തി എന്താണ്? അതെയോ ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച് തൻ്റെ മനസ്സിലുള്ള ഒരു സിനിമയ്ക്ക് ഒരു രൂപവും ഭാവവും നൽകുന്ന ഒരു വ്യക്തി? ഇങ്ങനെയുള്ള ചിന്തകളുണ്ടോ എന്നുള്ളതാണ് അല്ലേ? അതെ. റൂട്ട് മാറ്റി അല്ലേ? അതെ. ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളത്. കുറച്ച് മടിയുണ്ട് അശോകൻ. മടിയുണ്ടെങ്കിൽ ഞാൻ ജോലിക്കാര്യത്തിൽ എനിക്ക് മടിയൊന്നുമില്ല. ബേസിക്കലി ഞാൻ മടിയനാണ്. ഇനീഷ്യേറ്റീവ് അശോകനെ കുറിച്ച് പറയുന്നത് അങ്ങോട്ട് പെട്ടെന്ന് എടുക്കില്ല തീരുമാനങ്ങൾ. കുറച്ച് നോക്കാം വരട്ടെ. അങ്ങനെയുണ്ട്. ഞാൻ ആദ്യം അങ്ങനെ പറയുള്ളൂ. എല്ലാം റെഡി ഞാൻ ആദ്യം പറയില്ല. എൻ്റെ സിനിമയിൽ നിന്നുള്ളതല്ല, അല്ലാതെ തന്നെ ഞാൻ അങ്ങനെയാണ്. പൊതുവെ അങ്ങനെയാണ്, മടിയനാണ് പൊതുവെ. പക്ഷേ ഒരു വർക്ക് കാര്യങ്ങൾ ഏറ്റെടുത്താൽ നടത്തും. തീർച്ചയായിട്ടും വർക്ക് സമയങ്ങളിൽ ഞാൻ വളരെ ആക്റ്റീവായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്തം എങ്ങനെയാണോ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. കൃത്യസമയത്ത് എത്താൻ ശ്രമിക്കാറുണ്ട്. ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും കാലത്തൊക്കെ ഷൂട്ടിംഗ് വരാൻ എനിക്ക് ഭയങ്കര മടി. കാരണം പ്രായത്തിൻ്റെ ആയിരിക്കും. അന്ന് പരമ്പരാചേട്ടനെ വഴക്ക് പറയാം, നീ രാവിലെ എണീക്കണം, ഇവിടെ ഷൂട്ടിംഗ് ഇത്രയും പ്രൊഡ്യൂസർ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി എടുക്കുന്ന സിനിമയാണ്, നീ ഇങ്ങനെ ഉറങ്ങിയാന്നും ശരിയാവത്തില്ല, രാവിലെ പറയുന്ന സമയത്ത് എഡിറ്റ് റെഡിയായി വരണം എന്നൊക്കെ എന്നോട് വഴക്ക് പറയുകയും ചെയ്യും. പത്മരാജൻ, ഭാരതൻ, അടൂർ സാർ, കെ.ജി. ജോർജ്, മോഹൻ തുടങ്ങി എത്രയോ പ്രഗത്ഭരുടെ കൂടെ അവരുടെ ഈ പറഞ്ഞ സിനിമാ സങ്കേതത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അശോകൻ. ഒരു കലാകാരനാണ്. എന്തുകൊണ്ട് അശോകൻ ഒരു സിനിമ സംവിധാനം ചെയ്തു? നമ്മളതിനകത്ത് പിഴിഞ്ഞ് വിളിക്കൊണ്ട് തള്ളാനാണോ ഉദ്ദേശിക്കുന്നത്? അതാണോ ആഗ്രഹിക്കുന്നത്? സിനിമ നിർമ്മിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഡയറക്ടർ കാര്യമല്ലേ? അതെ. അതുകൂടി ചുരുട്ടി കൊണ്ട് കളയാനായിരിക്കുമല്ലേ? ഇതൊക്കെ ആഗ്രഹമൊക്കെ ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് വലിയൊരു ഉത്തരവാദിത്തമുള്ള പണി. നല്ലൊരു കഥ കേൾക്കുമ്പോൾ മനസ്സിലൊരു രൂപവും ഭാവവും വരില്ലേ? എനിക്ക് എൻ്റേതായ ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അതാ എല്ലാവർക്കും ഉണ്ടാവില്ലോ. ഉറപ്പായിട്ടും ഒരു നടൻ നടിക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഐഡിയ പറയുകയാണെങ്കിൽ അശോകൻ എന്താ പറയാൻ പറ്റും? ഇല്ല, പറയുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയകളൊന്നും ഞാൻ മനസ്സിൽ കണ്ടിപ്പോൾ ചെയ്യാൻ പോകുമെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം ഒരാളെ മാത്രം കഴിവാന്ന് ഞാൻ പറയത്തില്ല. ഇപ്പം ഞാനങ്ങനെ ചെയ്യാൻ എന്നെ സഹായിക്കാൻ എനിക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാനൊക്കെ പലരും സിനിമ എന്താ കൂട്ടാകുകയും ആണല്ലോ. ടീം വർക്കാണ്. അപ്പോൾ അതിനകത്ത് ഉണ്ടാകും. അങ്ങനെ ധൈര്യമായിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുമോ സംവിധാനം ചെയ്യുകയൊക്കെ ചിലപ്പോൾ ചെയ്യുന്നിരിക്കും. എനിക്കിതിലൊക്കെ ആഗ്രഹം എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന പാട്ട് പാടുക എന്നുള്ള, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. സംഗീതം ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കുകയോ അഗ്രഗണ്യനോ അല്ലെങ്കിൽ എല്ലാം തികച്ച് എല്ലാം പാസ്സായി ഒരാളൊന്നും അല്ല ഞാൻ. അത്യാവശ്യം ചില കേട്ടും ചില അറിവുകളും പാടി പരിചയങ്ങളും അതൊക്കെ കേട്ട് എവിടെയോ ചെറിയൊരു മനസ്സിൽ എരിയുന്ന ഒരു തീയതാണ്. കാരണം ചെറുപ്പം പോലെ വന്നിരിക്കുന്ന കാര്യം അതാണ് മനസ്സിലുള്ളത്. അതുകൊണ്ടൊരു പാട്ട് കമ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി എനിക്ക്. നല്ലൊരു സംഗീത സംവിധായകനായിട്ട് അടുത്ത പ്രാവശ്യം അശോകനുമായിട്ട് എനിക്ക് ഇതുപോലെ സംവദിക്കാനൊരു അവസരം കിട്ടിട്ട്. അപ്പോൾ ഇത് ഇനി അഭിനയിക്കാതെ അങ്ങോട്ട് പോയാൽ മതി എന്നുള്ളതാണോ? അഭിനയത്തിന്റെ പുതിയ തീരങ്ങളും തലങ്ങളും താണ്ടി അശോകന്റെ പഴയ 70കളിലെയും 80കളിലെയും വസന്തകാലത്തെ വീണ്ടും അശോകൻ മുത്തമിടട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. ഒരു സകലകലാ വല്ലവനാകട്ടെ. ഈ പേനയിൽ എന്തോ അർത്ഥമുണ്ട്. ഈ പേന വെച്ചിട്ട് ഞാൻ ആശംസിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കാറുണ്ട്. എനിക്ക് പേന പലപ്പോഴും കാണുമ്പോൾ ഇതൊരാളെ ചൂണ്ടി നിർത്താനാണോ
മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ മതി എന്നുള്ള സംഭവത്തിൽ. അതോ എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങളെപ്പോലുള്ള ആനകളെ അടയുന്നതിന് ഒരു തോട്ടി ഉപയോഗിക്കും. നമ്മളെ ആട്ടുംകുട്ടിയാണ്. അശോകൻ, ഒരു പാട്ടിന് നമുക്ക് അവസാനിപ്പിക്കാം. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ. മനോഹരമായിരിക്കും അശോകൻ. ഇതുപോലെയാണ് അശോകൻ എന്നുള്ളൊരു റോ മെറ്റീരിയലിൽ നിന്ന് പത്മരാജൻ വലിയൊരു അഭിനയത്തിൻ്റെ പാലാഴി തീർത്തത്. ഇനിയും അതുപോലെ ഒരുപാട് പാലാഴികൾ അശോകനിൽ നിന്ന് തീർക്കാൻ ഒരു സാധ്യത ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.